സോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഇന്ന് നമ്മൾ കെട്ടി ഇങ്ങോട്ടാണ് പോകുന്നത് വെച്ചാൽ ഫുഡ് കഴിക്കാൻ. അതും എവിടെ? അന്നദാനം. എടാ അതെ. പിന്നെ ആക്ച്വലി നവരാത്രി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 7 ദിവസത്തേക്കും 7 ദിവസത്തേക്ക് ഉച്ചയ്ക്ക് ഇവിടെ ഭക്ഷണമില്ല ഗൈസ്. നവരാത്രി രാത്രി എവിടെയെങ്കിലും ഫുഡ് കിട്ടുന്നെങ്കിൽ കമന്റ് ബിലോ. അപ്പൊ നമ്മൾ ഏത് അമ്പലത്തിലാണ് പോകുന്നേ? കൊറക്കോടാണ് ഗൈസ് നമ്മൾ പോകുന്നത്. നമുക്ക് കൊറക്കോട് പോയി ക്യൂ നിൽക്കാം ഫുഡ് കഴിക്കാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. മീ ആൻഡ് മൈ മദർ ഗോട്ട് റെഡി. എങ്ങോട്ടാണ് അമ്മേ? അമ്പുടുവിന്റെ മറ്റേ അമ്പുടുവിന്റെ കുപ്പിയെല്ലാം എടുത്ത് എന്താ അമ്പുടുണ്ടോ? ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ഓക്കെ, അപ്പോൾ അമ്മ ആൻഡ് അച്ഛൻ ഈസ് മാച്ചിങ് ടുഡേ. ഇപ്പം എവിടെ പോകുമ്പോൾ മാച്ചിങ് ആക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. അച്ഛൻ കീ മറന്നു വീണ്ടും പോയി. അച്ഛന് വല്ലാണ്ട് വയസ്സന്മാരെന്തെല്ലോ ഇത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് രാമേട്ടൻ. അപ്പൊ നമുക്ക് നമ്മളവിടെ പോയി കൊറക്കോട് പോവാം. ജഗദമ്പയല്ലേ മേടുത്ത്? അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ ജഗദമ്പ മാറ്റി പിടിച്ചു. കൊറക്കോട് മാത്രല്ല, ഈ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. 9 ദിവസം ഉണ്ടല്ലോ. 10 ദിവസത്തിലധികമായി. സോ ഗൈസ്, സമയം 3 മണി ആയിട്ടുണ്ട്. നമ്മളിവിടെ പരിപാടി ഉദ്ദേശിച്ചാലും ഇങ്ങനെയാണ്. കല്യാണത്തിന് ലാസ്റ്റ് വന്തി, മറ്റേ ഉത്സവത്തിന് ഏറ്റവും ലാസ്റ്റത്തെ വെള്ളം കൂട്ടിയ കറി എന്നിട്ടാണ് വരുന്നത്. ഇങ്ങോട്ട് നോക്കൂ സുജ. 3 മണി ആയ സ്ഥിതിക്ക് വലിയ റഷും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. നമുക്ക് നല്ലപോലെ പോയിട്ട് ഫുഡ് കഴിക്കാം. അതുപോലെ തന്നെ ചന്തയിൽ നിന്ന് നമുക്ക് വേണ്ടതൊക്കെ വാങ്ങാം. വേണ്ട, എനിക്കൊരു സാധനം, എനിക്കത് ഞാൻ പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണ്. കിട്ടണം. അതെനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 4 വയസ്സിലെ തുടങ്ങിയതാണ്. അത് മേ ബി അതൊരു വൃത്തിയായിട്ട സ്വഭാവമായിരിക്കാം, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്വഭാവമാണ്. എനിക്ക് ഒരു സാധനം അല്ലെങ്കിൽ എന്തുമായിട്ട് ആഗ്രഹിച്ചൊരു സാധനം എനിക്ക് കിട്ടുക തന്നെ വേണം. അതിനു വേണ്ടി ഏതറ്റം വരെ പോയാൽ ഞാൻ വേണം നിലത്തോട് തരുന്നു. അതെ, അതൊരു വിഷയമല്ല എനിക്ക്. അപ്പൊ അറിയില്ല. ഇപ്പോഴും വലിയ മാറ്റം. അതെ, ഞാൻ ഇങ്ങനെ നിൽക്കും, ചോദിച്ചിട്ട് മുടിനെ പൊന്തിച്ചിട്ടും. അമ്മക്ക് ഇപ്പൊ ചോദിക്കാത്തോണ്ട് വിഷമം. അതെ, ഇനി ഞാൻ ചോദിക്കാം അമ്മമ്മേനെ കൂട്ടി വരുമ്പോൾ ഞാൻ അമ്മമ്മ അത് വാങ്ങിത്തരുമോ ഇത് വാങ്ങിത്തരുമോ എന്ന് ചോദിക്കാം. നമ്മളെന്തായാലും ഇനി 9 ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, അല്ലേ അമ്മേ? 3 മണിയായിട്ടും അത്യാവശ്യത്തിലധികം തിരക്കുണ്ടല്ലോ സുജ. മൈ ഗാഡ്, വി ആർ വെയിറ്റിംഗ് ഫോർ അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ, സ്ക്രീൻ ഗാർഡ് മാറ്റണം ഓർമ്മ കേട്ടോ. വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടാണുള്ളത്. അത് ഇപ്പം നമ്മൾ ഒരു 2 കിലോമീറ്റർ അപ്പുറം നോക്കിയാൽ മതി. അമ്മ എന്നാലോചിക്കുന്നത്, ഇന്ന് നവരാത്രി വണ്ടി, ഇന്ന് മഞ്ഞ കളർ ഡ്രസ്സാണ് ഇവിടെ ഉണ്ട് എല്ലാവരും. ഗൈസ്, അച്ഛനെ കണ്ട് കിട്ടി. നമ്മളില്ല നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിലാണ് ഗൈസ്. നമ്മൾ റോട്ടിൽ കൂടെയാണ് ക്യൂ നിൽക്കേണ്ടത്, പക്ഷെ നമ്മളങ്ങനെയല്ല. എളുപ്പപ്പണിക്ക് വേണ്ടി മതിൽ ചാടി ഞങ്ങൾ ക്യൂ നിൽക്കുന്നു. അപ്പം നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാം. ഓക്കെ, വറവല്ല ഇപ്പം തുറന്നിട്ടുണ്ടാവില്ല സുജ. അപ്പം ഞാൻ എന്താ പൊരി വെക്കണം പോവാ. ഒരു കയ്യിൽ ഇത് എല്ലാം കൂടെ പൊടിക്കാനാവുമോ എന്നറിയില്ല, എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ,
യെസ് ഗൈസ് ഗോട്ട് ഇറ്റ്. ഇവിടെ പച്ചേരി ചോറാണ് നോർമലി ഉണ്ടാവാറുള്ളത്. നമുക്ക് എവിടെയെങ്കിലും നിന്ന് കഴിക്കാം. സോ ഗൈസ് ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടത്. താങ്ക് യു മമ്മി. നമുക്കിനി കൈ കഴുകാൻ വേണ്ടി പോവാം. അമ്മ എന്നെ പാത്രം കഴുകിക്കോളും. യെസ്. ആക്ച്വലി പൈപ്പ് സ്റ്റോപ്പ് ചെയ്യില്ല, കണ്ടിന്യൂസ്ലി വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ദേ ആർ വേസ്റ്റിംഗ് ദ വാട്ടർ മാൻ. ആക്ച്വലി വേസ്റ്റ് ഇടാൻ ഇവിടെ വേറെ ഇതൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും വെള്ളം കണ്ടിന്യൂസ്ലി അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയുന്നത് അല്ലേ മേ? ശരി, നമുക്ക് ചന്ത കാണാൻ പോവാം. എനിക്ക് ഐ ഹാവ് എ ഷൂട്ട്, സോ വള വാങ്ങണം. ബ്ലൂ ആൻഡ് വൈറ്റ് ഉണ്ടോ നോക്കാം. ചന്ത ഹായ്. തൊട്ട് വലുതുണ്ടായി ചെറുതുണ്ടായി യൂറോ ഏട്ടാ ഇതിന്റെ തൊട്ട് അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. അയ്യോ, അത് ഒരു ഡസൺ മാത്രമേ ഉള്ളൂ. അത് കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് നാളെ വാങ്ങാം. എന്തോരം വാങ്ങിയതാ, എന്തോരം വാങ്ങിയതാ. മിഞ്ചി അങ്ങനത്തെ എന്തെങ്കിലും പറയാം. എന്തെല്ലാം മുയലി ആമല്ല എത്രേന് ആമ ഇതാണെന്നാ ചർമുറല്ല. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോല്ലാം ഇതില്ലേ പേരെഴുതുന്ന മോതിരം. ഇപ്പൊ അതെല്ലാം ഇതായല്ലേ. അയ്യോ അല്ലേ, ലൈക്ക് മുമ്പുണ്ടായിരുന്നു ഇങ്ങനത്തെ ക്രേസ്, കീ ചെയിനിലൊക്കെ പേരെഴുതുന്ന പരിപാടികൾ. അത് ശരി. വെയിറ്റിംഗ് ഫോർ us. അമ്മ നിങ്ങൾ ഏതെടുത്താ കാണിക്കാമേ? ആമേനെ എടുത്തിരിക്കുകയാണ് ഗൈസ്. അനാവശ്യമായിട്ട് പൈസ ചെലവാക്കാൻ പഠിക്കേണ്ടവർ ട്രെയിനിങ്ങിനായി എത്തുക സുജാ കെയറിൻ്റെ അടുത്ത്. എങ്ങനെ കയ്യിലുള്ള പൈസ വെറുതെ കളയാമെന്നുള്ള. നമ്മളെ ചായൻ്റെ ഈ ചങ്ങായി ഒരു സംഭവം തന്നെയാണപ്പോൾ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. പുതിയ ബസ് സ്റ്റാൻഡ് ടു ഏകദേശം കാസർഗോഡുള്ള എല്ലായിടത്തേക്കും ചങ്ങായി എത്തുന്നുണ്ട്. നമ്മളവിടെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ, ലൈക്ക് ഷോപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ. അമ്മ വാങ്ങിയാ അല്ല വാങ്ങിയത്. ഹലോ അച്ഛൻ ഇപ്പം എന്താണ് പറഞ്ഞത്? ഐസ്ക്രീമാ? അച്ഛൻ കാണണ്ട, ഇവിടുന്ന് ഐസ്ക്രീം ആയിട്ടുള്ളത്. ഡാഡ് വിൽ കിൽ us. അങ്ങനത്തെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. ബിക്കോസ് ഏതെങ്കിലും ബ്രാൻഡൊന്നും ഐസ്ക്രീം വാങ്ങി തിന്നാൻ വിടില്ല. ഒന്നെങ്കിൽ ഐഡിയലായിരിക്കണം, അല്ലെങ്കിൽ അമൂലായിരിക്കണം. അത് ഭയങ്കര നിർബന്ധമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി നമുക്ക് ഇങ്ങനെ ആഗ്രഹം വരും, ഏതെങ്കിലും ലോക്കൽ ബ്രാൻഡ് ഐസ്ക്രീം തിന്നണം. പിന്നെ ഈ റോഡ് സൈഡിൽ നിന്നൊക്കെ അവിൽ മിൽക്ക് കുടിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം വരും. പാനിപ്പൂരി തിന്നാനൊക്കെ ഈ ബംഗാളികൾ ഉണ്ടാക്കി തോന്നും. പക്ഷേ നോ, നെവർ. അച്ഛൻ ഒരിക്കലും അത് അലോ ചെയ്ത് തരില്ല. ഐസ്ക്രീം തിന്നണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ അമൂലിൻ്റെ അടുത്ത് പോയി വാങ്ങാം, അല്ലെങ്കിൽ ഹൈസ്ബർഗ് പോയി തിന്നാം. പാനിപ്പൂരി ആണെന്നുണ്ടെങ്കിൽ വസന്ത വിഹാർ പോയി തിന്നാം. അതൊക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അച്ഛൻ. വെരി വെരി വെറൈറ്റി ക്യാരക്ടറാണ് അച്ഛൻ്റെത്. പക്ഷേ ഞങ്ങൾ അച്ഛൻ ഇല്ലാണ്ട് അച്ഛൻ കാണാണ്ട് ചില ആഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. ഈ വ്ളോഗ് വരുന്നതോടുകൂടി അച്ഛനെ ഞങ്ങൾ എവിടെയും വിടില്ല. എന്നാൽ അച്ഛൻ വണ്ടി എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇന്ന് ഞാൻ മെഹന്തി ഇടുന്നുണ്ട്. അപ്പോൾ
മജീച്ചേ മജീച്ച ഇല്ലേ കാണുന്നില്ല. അപ്പൊ ആക്ച്വലി പോട്ടെ കേട്ടാ. ആക്ച്വലി ഞാനിന്ന് മെഹന്തി ഇടുന്നുണ്ട്. ആ ചേച്ചീനോട് ഞാൻ 4 മണി പറഞ്ഞതാണ്. അപ്പൊ അമ്മയാണ് എന്ന് പറഞ്ഞത്. 3:30 കഴിഞ്ഞു. അപ്പൊ ചേച്ചി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എന്തായാലും ഇന്ന് മെഹന്തി ഇടാം. ഹായ് എൻ്റെ അച്ഛൻ, ഹായ് എൻ്റെ അച്ഛൻ. ഇതല്ല, അയ്യോ ഫ്രണ്ട് പോയത് ആരും അച്ഛൻ, ഈ വരുന്ന എൻ്റെ അച്ഛൻ, മൈ ഫാദർ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജഗദംബ ടെമ്പിൾ. ഇവിടെയും ഉച്ചയ്ക്ക് ഫുഡ് കിട്ടും. രാത്രിയുടെ ഫുഡില്ലേ? അതന്നെ എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ദിസ് ഇസ് അമ്മ 4 മണിയായമ്മേ മതിയാക്കിന്ന് പറയാൻ വേണ്ടിച്ച്. ഗൈസ്, ഇതാണ് നമ്മുടെ പുലിക്കുന്ന് ഭഗവതി ക്ഷേത്രം. ഇതാണ് ഗൈസ് നമ്മുടെ താനം അല്ലേ? ഇവിടെ ഫെബ്രുവരി മാസങ്ങളിലാണ് ഉത്സവം ഉണ്ടാകാറ്. രാവിലെയും രാത്രിയും ഫുഡ് ഉണ്ടാവുന്ന സ്ഥലമാണ്. 4 ദിവസം 5 ദിവസം. ഇത് ഇവര് ഫസ്റ്റ് ടൈം അല്ല ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അമുൽ എപ്പിക് ആൽമണ്ട് ഗോൾഡ്. പിന്നെ നമ്മളെടുത്തത് ഇതും ന്യൂലി ഇൻട്രൊഡ്യൂസ്ഡ് ആണ്. പൈസ കൊടുത്ത് വാങ്ങിയത് എന്താ കാര്യം. നമ്മൾ ലേറ്റായി. മെഹന്തി ചേച്ചി ഇവിടെ എത്തിയിരിക്കുന്നു. അതെ, ഓക്കെ. അപ്പം if you guys ask me what makes me happy, this chocolate ice cream and my favorite people. മയില് ലൈക്ക് നിനക്ക് വീട്ടിലിരുന്നിട്ടുന്നതാണോ? ആണോ? ഓ മൈ ഗോഡ്, ഞാൻ കാണിച്ചില്ല. അല്ല, ഞാൻ ആക്ച്വലി സാറിലല്ലേ ഷുഗർ കുളിക്കുന്നില്ല. സോ ഗൈസ്, വീട്ടിലെ ദാരിദ്ര്യം കാരണം അമ്മ എന്റെ ബ്രേസ്ലെറ്റ് ഊരി വാങ്ങി. നിങ്ങൾ എന്നോട് ഈ ചതി ചെയ്യണമായിരുന്നു അമ്മേ. പടയ വെക്ക വാങ്ങിയായി. അപ്പൊ നമുക്ക് മെഹന്തി ഇടാം. യശിന്റെ പേജ് ചെയ്തായിരുന്നു ഹെന്ന ബി ബൈ സമീല റിയാസ് അല്ലെ? ഹസ്ബൻഡ് കേരളമാരെ കൊല്ലുന്ന. നമുക്ക് തുടങ്ങാം. സോ ഗൈസ്, നമ്മളിവിടെ മെഹന്തി ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മെഹന്തി ആക്ച്വലി ചെയ്തായിരുന്നു മെഹന്തിൻ്റെ പേജ് തസ്നിം ഹെന്ന. ഓക്കെ, തസ്നിം ഹെന്ന എന്ന് പറഞ്ഞിട്ടുള്ള പേജിൻ്റെ ആണ് മെഹന്തി. നാളത്തെ ഷൂട്ടിൻ്റെ ഡ്രസ്സ് ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കും. ആക്ച്വലി മുന്നേയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഐ റിയലി റെസ്പെക്ട് ഈ ഹെന്ന ആർട്ടിസ്റ്റ് അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ. ബിക്കോസ് ഇവർ എത്രയോ മണിക്കൂർ, നമുക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ഇതാണ് നാളത്തെ എൻ്റെ ഷൂട്ടിൻ്റെ ഡ്രസ്സ്. ഇത് ആസ് ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിക് എന്നാണ് ഇത് വന്നിട്ടുള്ളത്. ഈന ബോട്ടിക്. കുറേ ദിവസമായി വന്നിട്ട്. ആൻഡ് ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോലും ഇല്ല എന്താ ഡിലേ ആവുന്നതെന്നുള്ളത്. ഞാൻ എന്തായാലും മറ്റന്നാൾ ഷൂട്ട് ചെയ്യും. സോ ദിസ് ഇസ് ദ ഡ്രസ്. ഇതിനാണ് ഞാൻ വൈറ്റ് കളറും ബ്ലൂ കളറും വള തപ്പി ഇറങ്ങിയത് അല്ലമ്മ. ഓക്കെ, സോ ഐ റെസ്പെക്ട് മെഹന്തി ആർട്ടിസ്റ്റ് ബിക്കോസ് ഇവർ ഈ എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുക, എന്തെങ്കിലും തിന്നാം, ഇരുന്നാൽ മാത്രം മതി. പക്ഷെ ഇവരുടെ കഴുത്ത് നടു അത് സമ്മതിച്ചു കൊടുക്കണം കേട്ടോ. ഇറ്റ്സ് റിയലി അപ്രിഷ്യേറ്റബിൾ. ഗൈസ്, മൈലാഞ്ചിയുടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇറ്റ് സീംസ് ലൈക്ക് ഐ എം ഗെറ്റിംഗ് മാരീഡ്. ഓ മൈ ഗോഡ്, എനിക്ക് മൈലാഞ്ചി വെച്ച് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ തോന്നും, ഓ മൈ ഗോഡ് എൻ്റെ കല്യാണം വേണമെന്ന്. നോക്കൂ ഗൈസ്, ബേബി എലിഫൻ്റ് ഉണ്ട്, താമരയുണ്ട്, എല്ലാം ഉണ്ടോ. ഞാൻ മറ്റേ റീലെല്ലാം കാണുന്ന നോക്കട്ടെ, ആ ഇടയിൽ കൂടെ കാണുന്നുണ്ട് അമ്മേനെ. റീലെല്ലാം കാണുന്ന പോലെ മാതാവേ, ഞാൻ മറ്റേ ഈ പാട്ട് പാടിയിട്ടേ, ഏത് സിന്ദൂര പൊട്ടു തൊടുമ്പോ
നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു, പണ്ടെങ്ങും സൂര്യനുദിച്ചിരുന്നു. അങ്ങനെ പാടാ. അപ്പൊ നിങ്ങൾക്ക് അറിയണോ? വൈറലാവും അമ്മേ, കരഞ്ഞാലേ വൈറലാവൂ. ഹായ് ചായ മനസ്സേ. മെഹന്തി ഏകദേശം ഒരു ഹാൻഡ് ഫിനിഷ് ആവാനായിട്ടുണ്ട്. നമ്മളിവിടെ ഡെലിഷ്കോയിൽ നിന്നും ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കളിഞ്ഞിട്ട് വേണം തിന്നാൻ. വാവുമായിട്ട് ഞങ്ങളിപ്പോൾ തിന്നും. എന്താ ഫോക്കസ് ആവാത്തെ? ഫോണടിച്ചു പോയാ? അതിൻ്റെ ഒരു കുറവും കൂടിയേ ഉള്ളൂ. സോ ഗൈസ്, ഈ ഒരു കയ്യിലുള്ള മെഹന്തി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിന്നാം. സോ ഗൈസ്, രണ്ടാമത്തെ കൈയും ഏകദേശം ഫിനിഷ് ആവാനായി. ഇറ്റ്സ് ഗുഡ് അല്ലേ? പിന്നെ അത്രമാഞ്ചൻ നടണം. അത്രമാഞ്ചൻ അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഗ്രാമ്പൂന്റെ ആവി പിടിച്ചല്ലേ നല്ല കളർ വന്നിട്ട്. അതെ, അങ്ങനെ ആക്കിയാ മതി. അല്ല, എന്തെങ്കിലും ആക്കിയാ മതി. ബിസ്ക് നാട്ടി ഇന്നലെ വന്നിട്ടില്ലേ ലീവായിട്ട്? എന്റെ കയ്യിൽ ഇനി ഏതൊരു സ്ഥലവും ബാക്കിയില്ല. സോ ഗൈസ്, ഫൈനലി മെഹന്തി ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. എവിടെയും ബാക്കിയില്ല എന്റെ കയ്യില്. പക്ഷേ മെഹന്തി ടേച്ചിനെക്കാളും ടയേർഡായിരുന്നു ഞാനാണ്. താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും റീല് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾ ഫോണിൽ എന്നെയും കാണണം. എന്നെ കാണുന്നുണ്ടോ? ഞാൻ എന്തായാലും റീൽ അപ്ലോഡ് ചെയ്യാം. ചേച്ചിന്റെ പേജും കാര്യങ്ങളൊക്കെ ഞാൻ കൊളാബറേറ്റ് ചെയ്യാം. അപ്പം എന്തെങ്കിലും അമ്മ കുറച്ച് ഇങ്ങോട്ട് ചേട്ടൻ ഒന്ന് കാണിപ്പിക്കമ്മേ. പിന്നെ അപ്പൊ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രൈഡൽ മെഹന്തിയും എല്ലാം പാർട്ടി മെഹന്തീസും ഒക്കെ ഏഷ്യ എടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴത്തും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ലുക്ക് അറ്റ് മൈ ഹാൻഡ്സ്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളെ ഫാമിലിയിൽ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അമ്മ ആക്ച്വലി ഒരു ഇതിൽ നിന്ന് മറ്റേലേക്ക് പോകുന്ന സമയം എടുക്കുന്നു. ഡു കോണ്ടാക്ട് ഹർ. താങ്ക് യു. അപ്പോൾ അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് കാണാം. ചേച്ചി എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ലിപ്സ്റ്റിക്ക്. ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് ഷെയ്ഡ്. എനിക്ക് ഡാർക്ക് ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റെഡിൽ തന്നെ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടി എനിക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സ്വിസ് ബ്യൂട്ടീൻ്റെത്. ഷീ ഈസ് സോ സ്വീറ്റ് അല്ലേ ആക്ച്വലി. ഞാൻ കുറച്ച് മുന്നേയും മെഹന്തി ഇടാൻ തുടങ്ങുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഐ റിയലി റെസ്പെക്ട് എല്ലാ ഹെന്ന ആർട്ടിസ്റ്റുകളോടാണ് ഞാൻ പറയുന്നത്. ഐ റിയലി റെസ്പെക്ട് യു ഗൈസ്. ബിക്കോസ് ഈ ഒരു സാധനം 4 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോൾ 10:30 ഇത്രയും സമയം എടുത്തു എൻ്റെ ഈ ഒരു സാധനങ്ങൾ മൊത്തം കവർ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ഇരിക്കുന്ന നമുക്ക് തന്നെ എന്താ പറയുക, നടുവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ കഴുത്തും നടുവിൽ എത്ര വേദന എടുക്കുമല്ലേ. പിന്നെ ഓ മാൻ, ഞാൻ അമ്മേനോട് കുറച്ച് മുന്നേ പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറ എന്നെ നോക്കരുത്, ഫോണിൽ നോക്കണമെന്നേ. അമ്മ എന്നെ നോക്കുന്നേ. അമ്മ ഇങ്ങനെ അതെ പിന്നെ ഓക്കെ. അപ്പം എന്തായാലും അടിപൊളിയാണ്. എനിക്ക് ആക്ച്വലി ഒരു ഷൂട്ട് ഉണ്ട് മറ്റന്നാൾ. അപ്പം അതിന് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. മെഹന്തിയൊക്കെ ഇട്ട് ഞാൻ ട്രഡീഷണൽ ഷൂട്ടാണ് ആക്ച്വലി വരുന്നത്. എനിവേസ്, അപ്പം നമുക്ക് അടുത്തൊരു വ്ളോഗുമായിട്ട് കാണാം. താങ്ക് യു.